Hello friends, welcome to Jaicys Creative Designs. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ മെറ്റീരിയലും അജ്രക് മെറ്റീരിയലും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ആണ്. യോക്ക് പോർഷൻ ആണ് അജ്രക് മെറ്റീരിയൽ വരുന്നത്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മിറർ ആണ്. ആ മിറർ ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ റൗണ്ട് കാണുന്നില്ലേ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡറിലും മിറർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഡിസൈൻ്റെ സെൻറ്ററിൽ നമ്മളിപ്പോൾ മിറർ ഒട്ടിച്ചു. ഇനി ബോർഡറിലും കൂടെ ഇതേപോലെ തന്നെ മിറർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് മൾട്ടി കളറുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഇത് ബ്ലാക്ക് അല്ല, ബ്ലൂ അല്ലാത്തൊരു കളറാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ മിററിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ബീഡ്സ് നമ്മൾ ആ നീഡിലേക്ക് കോർത്തെടുക്കുകയാണ്. ആ റൗണ്ടിന് എത്രത്തോളം ബീഡ്സ് വേണോ അത്രത്തോളം ബീഡ്സ് നമ്മൾ നീഡിൽ കോർത്തെടുക്കണം. ഇനി നീഡിൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ നീഡിൽ കുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കളറുള്ള കട്ട് ബീഡ്സ് ആണ്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷൻ, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ കർവ് വന്നേക്കുന്നത്, ആ പോർഷനിൽ വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ 2-3 ബീഡ്സ് ഒന്നിച്ച് കോർത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ബീഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് വേണം നമ്മൾ വീണ്ടും നീഡിൽ കുത്തിയെടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെയൊക്കെ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ഉള്ളത് അപ്പോൾ അതിന് അനുസരിച്ച് വേണം നമ്മൾ ബീഡ്സോ മിറേഴ്സോ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കണം. ഡിസൈനിൻ്റെ ടിപ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന പോലെ വേണം നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഈ ബ്ലൂ സ്റ്റാർ പോലെ വരുന്ന ഭാഗത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് മൾട്ടി കളറുള്ള ബീഡ്സ് തന്നെയാണ്.
ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് സ്ക്വയർ മിററാണ്. അത് നമ്മൾ ഈ ഒരു പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ആ സ്ക്വയർ മിററിന് ചുറ്റും ആൻറ്റി ഗോൾഡ് ബീഡ്സ് വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ ലീവ്സിൻ്റെ ഡിസൈൻ വരുന്നിടത്ത് ഒരു 3 ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ആ ബോർഡറിൻ്റെ എഡ്ജസിൽ നമ്മൾ മിറർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആൻറ്റി ഗോൾഡ് ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. യോക്ക് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ സ്റ്റിഫ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ്റെ റോങ് സൈഡാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ വർക്ക് ചെയ്ത പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച ശേഷം നമ്മൾ ഇതിൻ്റെ എഡ്ജസിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളിത് തിരിച്ചിട്ട് കഴിയുമ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരേണ്ട ആ പോർഷനിൽ ഇതേപോലെ യോക്ക് വന്നിട്ടുണ്ടാവും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലായിരിക്കും നെക്ക് വരിക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത ശേഷം കാണിക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ലുക്കിലാണ് നമ്മുടെ കുർത്തി വരിക. അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനർ കുർത്തിയാണ് ഇതേപോലെ അജ്രക് മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ഇത് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സി. താങ്ക് യു.